ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ ഒരു കൂസ്കോ സിറ്റിയിലാണ്. കൂസ്കോ സിറ്റിയിലെ ഇതിൻ്റെ പേരാണ് സാൻ പെഡ്രോ മാർക്കറ്റ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഞാനിവിടെ വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു 4 day ഇൻക ട്രയൽ ഹൈക്കിന് വന്നതാണ്. പക്ഷേ ആ ഹൈക്കിന് പോകുന്നതിന് മുമ്പായിട്ട് ഈ സിറ്റി നിൽക്കുന്നത് തന്നെ ഒരു 11,000 feet എബവ് സീ ലെവലാണ്. അപ്പോൾ നമുക്ക് ഒരു മെയിൻ ഇഷ്യൂ ഇത്തരം എലിവേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് വരുമ്പോൾ ഉണ്ടാകുന്നത് ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് ആണ്. ഈ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഒരു 2-3 ദിവസം താമസിക്കുക എന്നുള്ളതാണ്. അന്നേരം ഇതുമായിട്ടൊന്ന് അക്ലമേറ്റഡ് ആവും. ഇപ്പം നമ്മൾ ഇതുമായിട്ടൊന്ന് ഇവിടുത്തെ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡായിട്ടുള്ള സ്ഥലത്ത് നിൽക്കാനുള്ള ഒരു നമ്മുടെ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലം സാൻ പെഡ്രോ മാർക്കറ്റാണ്. ഇവരുടെ സോവനീഴ്സ്, പിന്നെ ഇവരുണ്ടാക്കുന്ന ഡ്രസ്സുകൾ, അതൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ അൽപ്പാക്ക ഈ സ്വെറ്റേഴ്സൊക്കെ ഉണ്ട്. പിന്നെ വേറെ എനിക്ക് ഈ മാർക്കറ്റിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഇവരുടെ ലോക്കൽ ഫുഡ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഉണ്ട്. നമ്മൾ കാണാത്തതായിട്ടുള്ള ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു ജ്യൂസ് കുടിച്ചു, വളരെ ടേസ്റ്റി ആയിരുന്നു. നമ്മൾ കഴിച്ചിട്ടില്ലാത്ത ഫ്രൂട്ട്സാണ്, അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. സോ വെരി നൈസ് ആക്ച്വലി. എന്നോട് വ്ളോഗ് ചെയ്യാൻ പറഞ്ഞ് ഫ്രണ്ട്സെല്ലാം പറഞ്ഞു, നീ ഏതായാലും ഹൈക്കിൽ പോയല്ലേ, ഒന്ന് വ്ളോഗ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ആർക്കറിയാം എങ്ങനത്തെ വ്ളോഗായി തീരുന്നത്. തകർപ്പൻ ഒരു തല്ലുപൊളി വ്ളോഗായിട്ട് തീരാനുള്ള ചാൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഇവരുടെ ഒരു ടൗൺ സ്ക്വയറുണ്ട്, പ്ലാസ ഡി ആർമാസ് എന്നാണ് അവർ പറയുന്നത്. അങ്ങോട്ട് നടക്കുകയാണ്. പക്ഷേ ഇത് രസമാണ്. നമ്മുടെ നമ്മുടെ നാട്ടിലത്തെ ബാറ്റയുടെ ഷോറൂമാണ്. ഇതാണ് അടുത്ത ഒരു പോയിൻ്റ്. എല്ലാവരും പോകുന്നൊരു സ്ഥലമാണ്. എല്ലാവരും വന്ന് ചേരുന്നൊരു സ്ക്വയറാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ റിയലി. ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് ഇപ്പം തിരക്കില്ല, പക്ഷേ ഭയങ്കര തിരക്കാവും ഉടനെ തന്നെ. നമ്മൾ ഈ സിറ്റി കൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നമ്മൾ സ്ലോയിൽ നടക്കാമെന്നുള്ളതാണ്. ഇന്നലെ ഞാൻ കാര്യം ലാൻഡ് ചെയ്താൽ, പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഷോൾഡർ സോപ്പറത്ത് പെട്ടെന്ന് ഓളഫ് സഡൻ വന്നു. നമ്മൾക്ക് തലവേദന വന്നു, പണി കിട്ടിയെന്ന് അങ്ങനെ വിചാരിച്ചു. പക്ഷേ പിന്നെ തിരിച്ച് ഞാൻ ഹോട്ടലിലേക്ക് തന്നെ പോയി. അപ്പോൾ ഇവിടെ എല്ലാ ഹോട്ടലിലും അവർക്ക് ഓക്സിജൻ ഉണ്ട് കേട്ടോ. പക്ഷെ അവർ ചെക്ക് ചെയ്യും. ബിലോ 90% സാച്ചുറേഷൻ വന്നാൽ മാത്രമേ അവർ നമുക്ക് ഓക്സിജൻ തരുള്ളൂ. അല്ലെങ്കിൽ ഓക്സിജൻ്റെ ആവശ്യമില്ല. ഇത് അങ്ങോട്ട് നമ്മൾ ഉടനെ അക്ലമേറ്റ് ആയിക്കോളും. ആവശ്യത്തിന് റെസ്റ്റും ഇനഫ് വെള്ളമെല്ലാം കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഇതാവും. നല്ല ഫുഡാണ് കേട്ടോ, ഇവിടുത്തെ ഫുഡെല്ലാം നല്ലതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഫുൾ റെസ്റ്റ് എടുത്തു. എന്നിട്ട് ഇന്നിറങ്ങിയപ്പം ഞാൻ ഒത്തിരി സ്ലോയിൽ നടക്കുക. ഞാൻ ഒത്തിരി ഫാസ്റ്റായിട്ട് നടന്നില്ല. കാരണം നമ്മുടെ മെയിൻ ഒരു ഐഡിയ ഇവിടെ വരാനുള്ള കാര്യം ഇൻക ട്രയലാണ്, 4 day ഹൈക്കിംഗ് ആണ്. അപ്പം അതുകൊണ്ട് വെരി കെയർഫുള്ളായിട്ട് നമ്മുടെ സ്ലോയിൽ നടന്നത്. അതുകൊണ്ട് ഇറ്റ്സ് ഈസി ആക്ച്വലി. പിന്നെ റെസ്റ്റ് എടുക്കുന്നു, വെള്ളമെല്ലാം കുടിക്കുന്നു. പിന്നെ ഞാൻ പതിയെ നടന്ന് ഈ സിറ്റിയൊക്കെ കാണുക എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ക്വയറാണിത്. ഇവിടെയാണെങ്കിൽ ചുറ്റും റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഒത്തിരി ഇവരുടെ സോവനീർ വിൽക്കുന്ന കടകളുണ്ട്. പിന്നെ ഈ ടൂർ ഗൈഡുകളുണ്ട്. അപ്പോൾ അവർ സിറ്റിയൊക്കെ നടന്ന് കാണാനായിട്ട് ടൂർ ഗൈഡുണ്ട്. അത് ഞാൻ ടൂർ ഗൈഡിനെ ഇന്ന് ഹയർ ചെയ്തു. എന്നിട്ട് അയാളുടെ ഒപ്പമാണ് സിറ്റിയിൽ കുറേ ഭാഗത്ത് പുള്ളി എന്നെ കൊണ്ടുപോയി നടന്ന് കാണിച്ചു. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ടൂർ ഗൈഡില്ലാതെ നമുക്ക് കാണാം, എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോകാം. പക്ഷെ അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒരു ടൂർ ഗൈഡ് ഉണ്ടെങ്കിൽ, കാരണം അവരുടെ നോളജ് ഭയങ്കരമാണ്. അവർ ഈ സിറ്റിയിൽ ജീവിച്ച് വളർന്നവരാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു പള്ളി കാണുമ്പോൾ ദാറ്റ്സ് നോട്ട് ജസ്റ്റ് എ ബിൽഡിങ്. പിന്നെ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും
ഒരു വാൾ, ഇവിടെ ഒത്തിരി വാൾ ഈ സ്റ്റോണിൻ കൊണ്ട് പണിതേക്കണ വാളുകളൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് നോട്ട് എ വാൾ, അതിൻ്റെ ബിഹൈൻഡിലൊക്കെ ഒരു സ്റ്റോറികളുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഹിസ്റ്ററി അതൊരു ലൈഫിലോട്ട് വരും. അത് എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഭംഗിയായി സംസാരിക്കും. അപ്പോൾ നമ്മുടെ ആ യാത്രയ്ക്ക് ഒരു രസമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ടൂർ ഗൈഡിന് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ അക്കോമഡേഷൻ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്. ഞാനെടുത്ത ഹോട്ടലിൽ $20 പെർ ഡേ, വെരി നൈസ്. അന്ന് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഊബറും ഉണ്ട് ടാക്സിയും ഉണ്ട്. രണ്ടും ഒരുപോലെ തന്നെയാണ്. വെരി ഡീസൻറ്റ് പ്രൈസാണ്. ആളുകളൊക്കെ നല്ല രസകരമായിട്ട് അവർ നമ്മളോട് ഇടപെടും. കാരണം ഈ ഓൾ സിറ്റി അവർ സർവൈവ് ചെയ്യുന്ന ഈ ടൂറിസ്റ്റ് ആളുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ സ്ക്വയറിൽ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് ഒരു രാജാവ് ഇങ്ങനെ കുന്തമൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട്. അയാൾ കിങ് പച്ചാക്കുട്ടി എന്നാണ് പറയുന്നത്. പറഞ്ഞ പേര് ചിലപ്പോൾ തെറ്റിപ്പോയി കാണും, ഇങ്ങനെയായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്. അയാളാണ് ഈ കൂസ്കോനെ ശരിക്കും ഡിസൈൻ ചെയ്യുന്നത്. ഈ കൂസ്കോ ഇവരുടെ ഈ എംപയർ, ഇൻക എംപയറിൻ്റെ ക്യാപിറ്റലായിട്ട് അയാളാണ് വെച്ചത്. അപ്പം പിന്നെ ഇവിടെ നിന്നാണ് നമ്മുടെ മാച്ചു പിച്ചു എല്ലാം പണിതത് ഇദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്യു ഇങ്ങനെ അവർ പണിതിട്ടുണ്ട്. ആളുകളൊക്കെ നിന്ന് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഒത്തിരി ആളുകൾ നമ്മൾ പരിചയപ്പെടും ഈ സിറ്റിയിൽ. സോളോ ട്രാവലേഴ്സ്, ഫാമിലിയായിട്ട് വരുന്നവർ, മെയിൻലി എല്ലാവരും വരുന്നത് ഈ മാച്ചു പിച്ചു കാണാനാണ്. പക്ഷേ ഇവിടെ വേറെ ഉണ്ട് ഒത്തിരി സ്ഥലങ്ങൾ, അവരുടെ ഹിസ്റ്ററി, അവരുടെ കൾച്ചർ, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആണല്ലോ മെയിൻലി ട്രാവലേഴ്സ് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ സിറ്റിയിൽ ഒത്തിരി പേരെ കാണാൻ പറ്റും, അവരോട് സംസാരിക്കാൻ പറ്റും. ഇഫ് വി ഹാവ് എ ഗുഡ് ഇയർ, നമ്മളൊരു നല്ലൊരു ലിസണർ ആണെങ്കിൽ യു റിയലി എൻജോയ്. അങ്ങനെ ഒത്തിരി പേരെ ഞാനിവിടെ കണ്ടു, കേട്ടു, അവരോട് വർത്താനം പറഞ്ഞു. നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോയത് ക്രിസ്റ്റോ ബ്ലാങ്ക എന്ന് പറഞ്ഞിട്ട് കർത്താവായ ശുശ്രൂഷയായി ഇങ്ങനെ കൈയും വിരിച്ച് ഈ കൂസ്കോ സിറ്റിയെ നോക്കി അനുഗ്രഹിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരു വൈറ്റ് സ്റ്റാച്യു ഉണ്ട്. അത് കാണാനായിട്ടാണ് പോയത്. അപ്പം അത് പോകണമെങ്കിലും പിന്നെ അവിടെ നിന്ന് നമുക്ക് നടക്കാനുണ്ട്. അതുപോലെ നമ്മൾ നല്ല പ്രിപ്പയർ ചെയ്തിട്ട് വരികയാണെങ്കിൽ സിറ്റി നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഞാൻ ആക്ച്വലി ഈ ഹൈക്കിന് വേണ്ടിയിട്ട് ഡിസംബറിൽ ഇത് ബുക്ക് ചെയ്താൽ മെയിലെ ഡേറ്റ് കിട്ടിയത് ഡിസംബറിൽ ബുക്ക് ചെയ്തപ്പോഴാണ്. അപ്പം എനിക്ക് ഓൾമോസ്റ്റ് ഒരു 6 months കിട്ടി. ഞാൻ നന്നായിട്ട് ഒന്ന് ബോഡി ഫിറ്റ് ആവാനായിട്ട് എൻ്റെ ഭക്ഷണം കുറച്ച് ക്ലീൻ ഫുഡേ കഴിക്കുന്നത്, പിന്നെ നന്നായിട്ട് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. മെയിൻലി സ്റ്റെയർ മാസ്റ്ററാണ് നമ്മൾ ചെയ്തത്. സ്റ്റെയർ മാസ്റ്റർ ചെയ്തിട്ട് എനിക്കൊരു 4 സ്പീഡിൽ 1 hour ചെയ്യുന്ന ഒരു ഇതുണ്ടായി. അതുകൊണ്ട് എൻ്റെ കാലുകൾ അത്ര വേദനയില്ല. നമ്മൾ ആ ഒരു ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എത്ര ഫിറ്റാണെങ്കിലും ആർക്കും ഉണ്ടാകും, ഷോൾഡർ സോട്ടും തലവേദനയൊക്കെ വരാം. പക്ഷേ നമുക്ക് നടക്കുമ്പോൾ വലിയ വേദനയില്ല. നടപ്പ് നമ്മൾ പഠിക്കും. ഇപ്പോൾ ആ ക്രിസ്റ്റോ ബ്ലാങ്കയിലേക്ക് പോണ വഴി ഞാൻ കണ്ട ഒരു ചർച്ച ഇത് ക്രിസ്റ്റബൽ ചർച്ച്, സാൻ ക്രിസ്റ്റബൽ ചർച്ച് എന്ന് പറഞ്ഞിട്ട്. ഇത് 1500s പണിതതാണ് ഇവർ. ഇത് സ്പാനിഷ് ആളുകളാണ് പണിതതെന്നാണ് പറഞ്ഞത്. അത് ഇൻക എംപയർ ആയിരുന്നു. ഇൻകൻസാണ് ഈ ഭാഗങ്ങളൊക്കെ റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. അവർ കുറച്ച് നന്നായി ഇങ്ങനെ ജീവിക്കുന്നു സ്പാനിഷുകാർ കേട്ടിട്ട് അവർ വന്നിട്ട് ഇവന്മാരെല്ലാം തകർത്തടിച്ച്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻകൻസ് വേറെ എങ്ങോട്ട് ഓടി രക്ഷപ്പെടുമോ, ഇവർക്ക് കീഴടങ്ങുകയൊക്കെ ചെയ്തു. ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഒരു എന്താ നമ്മൾ പറയുന്നത്, ഇതിൻ്റെ ഒരു ചുരുക്കി പറഞ്ഞാലുള്ള കാര്യം. അപ്പോൾ സ്പാനിഷുകാർ പണിത ഒരു ചർച്ചാണ് ഇത്. പക്ഷേ ഇറ്റ്സ് സ്റ്റിൽ ബ്യൂട്ടിഫുൾ.
പക്ഷേ ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്നിങ്ങനെ നോക്കിയ കൂസ്കോവിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാം. അതുകൊണ്ട് ആ ഒരു ഭംഗി ഇതിനുണ്ട് ഈ ചർച്ചിൽ വന്ന് നിന്നിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ. പിന്നെ ഇവിടെ എല്ലാം സൈഡിലൊക്കെ നമുക്ക് ഓരോ ബെഞ്ച് ഇട്ടിട്ടുണ്ട്, ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ട്രാവലേഴ്സ് നല്ല രസമാണല്ലോ. ഇത് സാക്സേ വുമൻ എന്നാണ് നമുക്ക് എൻ്റെ വായിൽ വരുന്നത്. ഇങ്ങനെ എല്ലാവർക്കും ഇത് പറയേണ്ടത്. എനിവേ സാക്സേ വുമൻ ഓർ സെക്സി വുമൻ. ഇതെന്ന് പറഞ്ഞിട്ട് ഇൻക എംപയർ അവരുടെ ഒരു ഫോർട്രസ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഒരു നല്ല ഈ കല്ലുകൾ കണ്ടില്ലേ, ഇതിങ്ങനെ 12 ആംഗിൾഡ് പോലെയുള്ള അങ്ങനെയൊക്കെ ഇതിൻ്റെ ഷേപ്പ്. ഇതൊരു ലെഗോ ഫിറ്റ് ചെയ്തേക്കണ പോലെയാണ്. എങ്ങനെ ഇവർ ഈ കല്ലൊക്കെ ഇവിടെ വലിച്ചു കൊടുക്കുമെന്ന് അറിയത്തില്ല. എനിവേ ചിലർ പറയുന്നു ഇത് നമ്മുടെ ഈ മനുഷ്യരല്ല ഇത് പണിതേക്കണ, ഏഞ്ചൽസാണ് പണിതേക്കണത് എന്നൊക്കെ പറയുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഹ്യൂമൻലി ഇന്ന് പോസിബിളാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ മോഡേൺ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടും. പക്ഷേ ഇത് അമേസിങ്. ഇത് മനുഷ്യർ തന്നെയാണ്. അവർ താഴെ നിന്ന് കല്ല് എങ്ങനെയോ വലിച്ചൊക്കെ കൊണ്ടുവന്ന് ഇത് ഒപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഒരു ലെഫ്റ്റിലോട്ടൊരു റൗട്ടുണ്ട്. അതെടുത്തിട്ടാണ് നമ്മൾ ഈ ക്രിസ്റ്റ ബ്ലാങ്കയിലേക്ക് പോകുന്നത്. ചിലയിടത്തൊക്കെ നല്ല നമ്മുടെ ട്രയലൊക്കെ നല്ല ഭംഗിയാക്കിയാണ് അവരിട്ടേക്കുന്നത്. ഇങ്ങനെയുള്ള ഭാഗങ്ങളുമുണ്ട്. ഈ നമ്മുടെ ആ സ്റ്റാച്യൂയിലേക്ക് പോകാനായിട്ട് ഇതുപോലത്തെ ഉള്ള ഒരു റോഡാണ്. പക്ഷേ സ്റ്റെയർസാണ്. നമ്മൾ വളരെ സ്ലോയിലല്ലേ പോകുന്നത്. അതുകൊണ്ട് യു വിൽ ബി ഫൈൻ, യു റിയലി എൻജോയ് ദ നേച്ചർ. അപ്പോൾ അങ്ങനെയാണ് പോയാൽ മതി. നമുക്ക് നല്ല പ്രാക്ടീസ് എടുത്തിട്ട് വരുന്നതാണ് ഈ കൂസ്കോ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. അല്ലെങ്കിൽ നമ്മൾ ആ കഷ്ടപ്പെട്ടു പോകും. കാരണം എന്തോരം ദൂരം നടന്നല്ല, നടപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ പണി. നമ്മളിത് എത്തി കാണാമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ട് സി കർത്താവ് ഈശോ മിശിഹായിൽ കൈ വിരിച്ച് ഈ മലയുടെ മുകളിൽ നിൽക്കുകയാണ്. ഇത് ഒരു 27 ഫൂട്ട് ഹൈറ്റുണ്ട് ഈ സ്റ്റാച്യൂവിന്. ക്രിസ്റ്റ ബ്ലാങ്ക എന്ന് വെച്ചാൽ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വൈറ്റ് ക്രൈസ്റ്റ് എന്ന അത്രയേ ഉള്ളൂ. ഇത് ഡൊണേറ്റ് ചെയ്തത് പാലസ്റ്റീനിയൻ ക്രിസ്ത്യൻസാണ്. ഇവരുടെ ഈ കൂസ്കോയിലുള്ള ആളുകളുടെ കൂസ്കോയിലെ ക്രിസ്ത്യൻസുമായിട്ടുള്ള അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ റെപ്രസെൻ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട്. ഹെലൻ്റെ കൈ കാണിച്ചു കേട്ടോ. എനിവേ ഈ കർത്താവ് ഇങ്ങനെ കൈയൊക്കെ വിരിച്ചിരിക്കുമ്പം ഇതൊരു മെസ്സേജും കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഈ സ്ഥലത്ത് ഏതൊക്കെ രാജ്യത്തു നിന്ന് ആളുകൾ വരുന്നത് അവരെല്ലാം വെൽക്കം ചെയ്തുകൊണ്ട് യോ വെൽക്കം എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു ആണല്ലോ. അപ്പം അത് ആ ഒരു രീതിയിൽ അതിനെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള സ്ട്രീറ്റ് കടിയൊക്കെയാണ് നമ്മൾ പോകുന്നത്. എല്ലാ സ്ട്രീറ്റും വെരി നാരോ ആണ് കേട്ടോ. ചില സ്ഥലത്ത് റോഡെന്ന് ഒരു കാർ അങ്ങോട്ട് പോകുള്ളൂ. അധികമാർ കാറ് ഓടിക്കും. പിന്നെ ഇത് എന്ന് വെച്ചാൽ സ്റ്റെയർസാണ്. എല്ലായിടത്തും സ്റ്റെയർസാണ്. 1000 സ്റ്റെപ്സ് ഞാൻ ഇറങ്ങുകയും കയറുകയും ചെയ്തു. പക്ഷേ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഇവർ ഭംഗിയാക്കി വെച്ചേക്കണം. എന്ത് ക്ലീനാണ്. നമ്മുടെ നാട്ടിനേക്കാളും പോറായിട്ടുള്ള ജനങ്ങളാണ്. പക്ഷേ ഇവരുടെ സിറ്റി എല്ലാം ഭയങ്കര ക്ലീനാണ്. പൂവ് വെച്ചേക്കണു, പിന്നെ അവർ ഡെക്കറേറ്റ് ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു ഫേമസ് ഒരു സ്പോട്ടാണ് അക്വഡേറ്റ് ഓഫ് കൂസ്കോ.
ഇതെന്ന് പറഞ്ഞാൽ ഇൻകൻസ് അവർ പണിതാണ്. അവർ ഈ ഇങ്ങനെയുള്ള കനാലുകൾ ഒക്കെ പണിത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ലൈഫ് ലൈൻ അവരുടെ. ഈ വെള്ളമെല്ലാം ഇവരുടെ സിറ്റിയിൽ വരണം. ഇത് കൃഷി ആവശ്യങ്ങൾക്കും അവരുടെ ഫുഡിനും അവരുടെ ഡ്രിങ്കിങ് വാട്ടറും എല്ലാം ഇതിൽ നിന്ന് അവരെടുത്ത് ദേ ആർ മാസ്റ്റേഴ്സ് ഓഫ് മേക്കിംഗ് കനാൽസ്. അങ്ങനെയാണ് ഇൻകൻസിനെ പറ്റി പറയുന്നത് തന്നെ. സോ ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഇപ്പോൾ ഇത് വെറും ഒരു ഇൻസ്റ്റാഗ്രാം പിക്ചറിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം പോലെയായി. പക്ഷെ അന്ന് അത് അവരുടെ ലൈഫ് ലൈനാണ്. പിന്നെ ഈ മലയിൽ ഈ വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാവാതെ, മണ്ണിടിച്ചിലുണ്ടാവാതെ ഈ കനാലുകൾ എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. വെരി ബ്യൂട്ടിഫുൾ. ഞാൻ ഈ കനാലിൽ കൂടെ ഇറങ്ങി നടന്ന് അതിൻ്റെ ആ സ്റ്റെയറിൻ്റെ അവിടെയൊക്കെ പോയി ഇരുന്നു. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ. ഇവിടെ ആളുകൾ വന്ന് പിക്ചറൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എനിവേ റിയലി എൻജോയ്ഡ് ഈ ദിവസം. ഈ ഭാഗത്ത് ഇതൊരു വേറൊരു സ്പോട്ടാണ് ആളുകൾ വന്ന് കാണാറുള്ളത്. 12 ആംഗിൾഡ് സ്റ്റോൺസ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ വിചാരിക്കുമ്പോൾ ഇതെന്താ ഇവന്മാർ ആളുകൾ ഈ കല്ലിന് ചുറ്റും വന്നിട്ട് സംസാരിക്കുന്നത്. ഗൈഡൊക്കെ ആയിട്ട് വന്ന് ഇവരിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പണ്ട് പറഞ്ഞ പോലെ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ, ഈ കല്ലുകളൊക്കെ ഇങ്ങനെയാണ് അവർ പണിതിരിക്കുന്നത്. ഇത് സിമെൻറ്റ് ഒന്നും വെച്ചിട്ടല്ല കല്ലുകൾ യോജിപ്പിച്ചിരിക്കുന്നത്. ഇത് അവരുടെ ഒരു ആംഗിൾ കണ്ടോ, 12 ആംഗിളാണ് ഒരു കല്ലിന്. അപ്പം അതിങ്ങനെ ഈ ലെഗോ വെച്ച് പണിയുന്ന പോലെ ഇവർ പണിതേക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു പേപ്പർ പോലും കയറില്ല. വെരി ബ്യൂട്ടിഫുൾ. അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ നമ്മൾ മെയിൻ പരിപാടി കീപ്പ് വാക്കിംഗ് ആണ്. നല്ല രസമാണ് ഇതിങ്ങനെ നടക്കാനായിട്ട്. നമ്മൾ ഒത്തിരി കഫേയൊക്കെ ഉണ്ട്. പിന്നെ ഇവർ വെൽക്കമിങ്ങുമാണ്. വെരി അഫോർഡബിളുമാണ് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് അങ്ങനെ ടൗൺ ഇതിൽ കൂടെയൊക്കെ നടന്ന് നമ്മളിതൊക്കെ എൻജോയ് ചെയ്തു. ഓരോ റോഡാണ്, ഇഷ്ടംപോലെ കാറ് വരും. പക്ഷെ നമുക്ക് നമുക്ക് കയറി നിൽക്കാവുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെയാണ് ചെയ്താൽ മതി. നോക്ക്, സ്റ്റെപ്സ്, അഗെയിൻ സ്റ്റെപ്സ്, സ്റ്റെയർസ്, എല്ലായിടത്തും സ്റ്റെയർസ്. നമ്മൾ വെരി കെയർഫുള്ളായിട്ട് നടക്കണം കേട്ടോ, എന്നാലേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു സിറ്റി, ഇത്രയും വലിയൊരു സിറ്റി അല്ലേ, ഇഷ്ടംപോലെ ജനങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അവരൊക്കെ ആയിട്ട് സംസാരിക്കാം. പിന്നെ പതിയെ നടന്ന് എൻജോയ് ചെയ്യാം. ഇവിടെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ സ്പോട്ടുണ്ട്. ആ സ്ഥലത്തിന് പറയുന്നത് കിലോമീറ്റർ 0 എന്നാണ് ആ ഒരു പോയിന്റിന് പറയുന്നത്. അതിതാണ് ഈ കിലോമീറ്റർ 0 എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇവിടെ നിന്നാണ് മെഷർമെൻറ്റ് നടക്കുന്നത്. ആ ഡിസ്റ്റൻസ് അവർ മെഷർ ചെയ്യുന്നത് ഈ പോയിന്റിൽ നിന്ന്. ഞാനിങ്ങനെ കണ്ടിട്ടില്ല ഒരു സ്ഥലത്തും. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഈ പറയുന്ന സ്ട്രീറ്റാണ് സാൻ ബ്ലാസ് സ്ട്രീറ്റ്. ഇത് ഫേമസ് ഫോർ നമ്മുടെ ആർട്ടിസ്റ്റിന് ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റേഴ്സ്, ഇങ്ങനെ നമ്മുടെ ഈ ഓർണമെൻറ്റ്സൊക്കെ, മാല, വള, കമ്മലൊക്കെ ഉണ്ടാക്കുന്നവരുടെ ഒരു സ്ഥലം. പിന്നെ ഡ്രസ്സുകൾ ഉണ്ടാക്കുന്നത്, ഇവരുടെ ഒരു മെയിൻ സാധനമാണ് അൽപ്പാക്ക. നമ്മുടെ ഈ ചെമ്പരിയാട് പോലെ വേറൊരു സാധനമാണ് ഈ അൽപ്പാക്ക എന്ന് പറയുന്നത്. അതിൻ്റെ രോമം എടുത്തിട്ട് അവർ ഡ്രസ്സ് ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഒരു ഏരിയയാണ്. ഇവർ ജനറേഷൻസ് ആയിട്ട് ഇവിടെ തന്നെയാണ് അവർ ഈ ബിസിനസ് ചെയ്ത് ഇവിടെ തന്നെ അവർ വിൽക്കുന്നത്. അപ്പം അതൊരു നല്ല ഭംഗിയാണ്. ഈ സ്ട്രീറ്റിൻ്റെ പേരാണ് സാൻ ബ്ലാസ് നെയ്ബർഹുഡ് എന്ന് അവർ പറയുന്നത്. പക്ഷെ അവരവിടെ തന്നെ തലമുറയായിട്ട് ഇവിടെ ഉള്ളവരാണ്. സോ വെരി ഇൻട്രസ്റ്റിംഗ്. അത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഒരു സ്ട്രീറ്റ് മൊത്തം അവരിങ്ങനെ കാണിക്കുന്നത്.
അപ്പം ഇതൊരു കുറച്ച് ദൂരമേ ഉള്ളൂ. ഇതും ഇങ്ങനെ എലിവേറ്റഡ് ആണ്. നമ്മൾ സ്ലോലി വാക്ക് ചെയ്യുന്നു, നമ്മുടെ കയ്യിൽ വെള്ളമുണ്ട്. സോ യു വിൽ എൻജോയ് ആക്ച്വലി. അപ്പം ഇനിയും പല സാധനങ്ങൾ ഈ സിറ്റിയിൽ ടൂറുണ്ട്. ഡേ ടൂറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. റെയിൻബോ മൗണ്ടൻ, പിന്നെ അതുപോലെ അങ്ങനെ ഒത്തിരി സ്ഥലത്തേക്ക് ഇവിടുന്ന് ടൂർ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഏർലി മോർണിംഗ് ടൂർ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് അങ്ങനെയൊക്കെ പോകാനുള്ള സൗകര്യമുണ്ട്. അക്കോമഡേഷൻ വളരെ ചീപ്പാണ്. സോ യു വിൽ എൻജോയ്. വെരി നൈസ് പീപ്പിൾ. അതുകൊണ്ട് തന്നെ ഞാനിത് റെക്കമെൻഡ് ചെയ്യും കൂസ്കോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഒരു ആൾട്ടിറ്റ്യൂഡ് സിക്നസ് പ്രോബ്ലം ഉണ്ട്. അതിന് ഡയമോക്സ് എടുക്കണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ വെള്ളം കുടിക്കണം. ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും പെർ ഡേ കുടിക്കണം. പിന്നെ ക്ലീൻ ഫുഡ് കഴിക്കണം. ഇറച്ചിയൊക്കെ കഴിച്ച് അലമ്പാക്കരുത്. പിന്നെ ഇവിടെ ഇവർക്കൊരു സ്പെഷ്യൽ ഫുഡുണ്ടായിരുന്നു. അത് ഗിനി പിഗാണ്. അത് ഇവരുടെ ഒരു മെയിൻ ഫുഡാണ്. പക്ഷേ ഞാൻ അത്ര അങ്ങനെ എൻജോയ് ചെയ്തില്ല. ബട്ട് ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ്. സോ ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് എൻജോയ് യുവർ ജേർണി ആൻഡ് താങ്ക്സ് ഫോർ വാക്കിംഗ് വിത്ത് മീ. അപ്പോൾ പറഞ്ഞ പോലെ പിന്നെ കാണാം. ഓക്കെ.